നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയ ദുരന്തത്തിനാണ് നേപ്പാൾ സാക്ഷ്യം വഹിക്കുന്നത്. പ്രളയക്കെടുതിയിൽ വിറങ്ങലിച്ച് നേപ്പാൾ. മരണസംഖ്യ 332 കടന്നിരിക്കുന്നു. 644 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് നേപ്പാൾ ടൂറിസം ബോർഡ് അറിയിച്ചു. റോഡുകളും പാലങ്ങളും ഒലിച്ചുപോയതും വലിയ അളവിൽ മണ്ണടിഞ്ഞതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിരിക്കുകയാണ്. നേപ്പാളിലെ ദുരന്തബാധിത മേഖലയിൽ നിന്നും ആദിൽ പാലോട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആദ്യം നേപ്പാളിലെ ദുരന്ത ഭൂമിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV സംഘമുള്ളത്. കൃത്യമായി പറഞ്ഞാൽ മിന്നൽ പ്രളയമുണ്ടായ ഭാഗത്ത് നിന്നും 60 കിലോമീറ്റർ 50-ലേറെ കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഭാഗമാണ്. നുവാക്കോട്ട് എന്നാണ് ഈ ഭാഗത്തിന്റെ പേര്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ബസാറിലാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇത് വലിയൊരു അങ്ങാടിയായിരുന്നു എന്നാണ് ഇവിടെയുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത്. ഇവിടെയാകെ പല കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ATM നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇടത് ഭാഗത്തേക്ക് പോയാൽ ഒരു ATM കാണാൻ കഴിയും. ATM-നുള്ളിലേക്കൊക്കെ വെള്ളം ഇരച്ചു കയറുന്നതായിരുന്നു ഇന്നലെ നമ്മൾ കണ്ട കാഴ്ച. ഇന്നലെ രാവിലെയോടെ ഉണ്ടായ പ്രളയം, പിന്നീട് ഈ ഭോട്ടേക്കോശി നദി ഇങ്ങനെ ഒഴുകി വന്ന് ഈ ഭാഗത്തൊക്കെ വലിയ തോതിൽ ദുരന്തം വിതച്ചു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഇവിടെ നിന്നും പറയാൻ കഴിയുന്നത്. 2 ദിവസം മുൻപ് വരെ ഇത്രമാത്രം സംസാരങ്ങളും മറ്റ് അങ്ങാടി പ്രവർത്തനങ്ങളും കച്ചവടങ്ങളും ഒക്കെ നടന്നിരുന്ന ഒരു ഭാഗത്താണ് ഈ വിധത്തിൽ ദുരന്തം വിതച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ ഇവിടെ ഒരു മൃഗാശുപത്രി, ജില്ലാ മൃഗാശുപത്രി പ്രവർത്തിച്ചിരുന്നതാണ്. ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അറിയാം ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ പൂർണ്ണമായും തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് ഭോട്ടേക്കോശി നദിയുടെ ഒരു ഭാഗമാണ്. അതിപ്പോഴും ശക്തിയായി തന്നെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭാഗത്ത് ഇപ്പോൾ ഒലിക്കുന്ന ഈ ഭാഗത്ത് ചെറുതായി പോയിരുന്ന ഒരു നദിയാണ് ഈ വിധം ഭീകരമായ സ്ഥിതിയിലേക്ക് മാറിയത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ നേരത്തെ പാർക്ക് ചെയ്തിരുന്ന ഒരു ലോറിയാണ്. ആ ലോറി ഈ പ്രളയ ജലം വന്ന് മുഴുവനായി താഴേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ പ്രളയക്കെടുതി എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നുവാക്കോട്ട് എന്ന ഭാഗമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പ്രാദേശികമായി ചിലരെ കണ്ടിട്ടുണ്ട്. അവർ തന്നെ പറയും, വലിയ സങ്കടമാണ് ആളുകൾ പങ്കുവെക്കുന്നത്. ഏക് ദിൻ പെഹലെ നുവാക്കോട്ട് കൈസേ था जी, अभी क्या हाल है? अभी पहले जो रसुआ से आया है और नुआकोट में आकर त्रिशूली नदी में आके सारा ये मतलब ब्लास्ट हो गया, तो सारा हजारों घर बार विहीन हो गए. बाजार था, अभी बाजार था, पूरा बाजार था, तो घर बार विहीन हो गए. और अभी कितना आदमी मतलब इतना अंदाजे के भर में हो रहा है कि इतना एक्चुअली कितना आदमी मतलब मर गया, कितना आदमी का नीचे कितना बाहर है, कितना अभी कहाँ पर क्या है उसका कोई लेखा जोखा नहीं है. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നായ്ക്കളുമായി, പോലീസ് നായ്ക്കളുമായി പോലീസ് തിരച്ചിൽ നടത്തുകയാണ്. ഈ മണ്ണിനടിയിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന പരിശോധനയാണ് പോലീസ് പ്രധാനമായും നടത്തുന്നത്. സൈനികരുമുണ്ട്. ആ നിലയിൽ നായ്ക്കളെ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് JCB ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. JCB ഉപയോഗിച്ച് മണ്ണ് മാന്തിയുള്ള പരിശോധന. ഇവിടെ 2 പാലങ്ങളുണ്ടായിരുന്നു റസുവ ജില്ലയിലേക്ക്, ആ ഭാഗത്തേക്ക് കൈലാസ യാത്രയിലേക്ക് പോകുന്നതിനായി. ആ 2 പാലങ്ങളും ഒലിച്ചുപോയി. കിലോമീറ്ററുകളോളം റോഡ് ഒലിച്ചുപോയി. ഇവിടെ വരുന്നവരുടെയൊക്കെ മുഖത്ത് നിശബ്ദതയാണ്, സങ്കടമാണ്. അവർ ഒരു ശ്മശാന മൂകതയാണ് ഇവിടെ ആകെ തളം കെട്ടി കിടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ ഇവിടെ ആളുകൾ വന്നിരുന്നു, വാഹനങ്ങൾ കടന്നുപോയിരുന്നു. ആ ഭാഗത്താണ് ഇപ്പോൾ ഈ വിധം ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്നത്. ഇത് നുവാക്കോട്ട് എന്ന് പറയുന്ന ഭാഗമാണ്. ഇവിടെ നിന്ന് മുന്നിലോട്ട് പോകാൻ പോലീസിന്റെയോ സൈന്യത്തിന്റെയോ അനുമതിയില്ല. അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു. രാത്രിയായതിനാൽ രാവിലെ വീണ്ടും രക്ഷാപ്രവർത്തനം പുരോഗമിക്കും എന്നാണ് നേപ്പാൾ സൈന്യവും പോലീസും നിലവിൽ അറിയിച്ചിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം പല ഭാഗങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട്. രാത്രിയായതിനാൽ വിവിധയിടങ്ങളിൽ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുമുണ്ട്. ഏതായാലും നാളെ രാവിലെ വീണ്ടും രക്ഷാപ്രവർത്തനം തുടങ്ങും. നിരവധി ആളുകൾ, 100 കണക്കിന് ആളുകൾ മരിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് നേപ്പാൾ അധികൃതർക്ക് നിലവിലുള്ളത്. ഓരോ ഗ്രാമങ്ങളും 60 കിലോമീറ്റർ ഇപ്പുറം ഒരു പട്ടണം മുഴുവനായി തുടച്ചു നീക്കിയെങ്കിൽ എത്രയിടത്ത് ഇത് സമാനമായ പ്രശ്നമുണ്ടാകും എന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകുന്നതാണ്. ഏതായാലും ഇപ്പോൾ റിപ്പോർട്ടർ TV സംഘം നേപ്പാളിലാണുള്ളത്. നേപ്പാളിലെ ദുരന്ത ഭൂമി സന്ദർശിക്കുകയാണ്. വലിയ ദുരിതക്കെടുതിയിലാണ് ഇപ്പോൾ നേപ്പാളുള്ളത്. ഇന്ന് പകൽ നേപ്പാളിലെത്തിയ ആദിൽ പാലോടും സംഘവും പലയിടത്തേക്കായി സന്ദർശിക്കുകയാണ്. കാഠ്മണ്ഡുവിൽ നിന്ന് ഏതാണ്ട് 8 മണിക്കൂർ ദൂരമുണ്ട് ഈ ദുരന്തമുണ്ടായ മേഖലയിലേക്ക്. അവിടെ നിന്നാണ് തത്സമയ റിപ്പോർട്ടുകൾ കൂടി അതിൽ നൽകുന്നത്.